വോട്ടിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അവസാന ഘട്ടമായപ്പോഴത്തേക്കും ആരാണ് മുന്നിലെത്തിയത്, ആരാണ് ഏറ്റവും പിന്നിലെത്തിയതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ട്രെൻഡാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് ട്രെൻഡിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ തീർച്ചയായിട്ടും കടുത്തൊരു പോരാട്ടം തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നിലവിൽ അനീഷാണ്. അനീഷ് നേടിയ വോട്ടുകൾ 76,916 വോട്ടുകളാണ് നേടിയത്. തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്ത് കടുത്ത പോരാട്ടവുമായി തന്നെയാണ് അനുമോൾ തുടർന്നത്. 76,246 വോട്ടുകളുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് അനീഷും അനുമോളും തമ്മിൽ നടന്നത്. ഇതിൽ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നൂറയാണ്, 70,948 വോട്ടുകൾ. നാലാം സ്ഥാനത്ത് ആര്യനാണ്, 69,967 വോട്ടുകൾ. അക്ബറാണ് അഞ്ചാം സ്ഥാനത്ത്, 69,676 വോട്ടുകൾ. ആറാം സ്ഥാനത്ത് നെവിനാണ് വന്നിരിക്കുന്നത്, 69,159 വോട്ടുകൾ. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് നിലവിൽ ഏഴാം സ്ഥാനത്ത് 68,948 വോട്ടുകളുമായിട്ട് സാബു മാനാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആര്യൻ, അക്ബർ, നെവിൻ, സാബു ഇവർ 4 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരുടെ വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ ഡിഫറൻസുകൾ മാത്രമേ വോട്ടിങ്ങിൽ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 4 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരിൽ ആര് പുറത്തായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. കാരണം ആര്യൻ, അക്ബർ, നെവിൻ, സാബുവിൻ്റെ വോട്ടുകൾ തമ്മിൽ ഡിഫറൻസ് വളരെ അധികം ചുരുങ്ങിയത് തന്നെയാണെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് നെവിനും സാബുവുമാണ്. പക്ഷേ ബിഗ് ബോസ് ആണ്, എന്ത് തരം ട്വിസ്റ്റുകളും പ്രതീക്ഷിക്കാം, അട്ടിമറികളും പ്രതീക്ഷിക്കാം. സോ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ട്രെൻഡിങ് അനുസരിച്ച് ഇതാണ് കാണപ്പെടുന്നത്. ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അല്ല, അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ആണ്. ബാക്കിയെല്ലാം തന്നെയും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് നടക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് പുറത്താകാൻ പോകുന്നത്, ഒരാളാണോ 2 പേരാണോ ഇത്തവണ പുറത്താകാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയാം.